പുതിയ ഒരു ഹാബിറ്റ് എഫേർട്ട് ഇല്ലാതെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 5 സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഹാബിറ്റ് സ്റ്റാക്കിംഗ്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലത്തിൻ്റെ കൂടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ശീലം ആഡ് ചെയ്യുന്നതിനെയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ആ ഒരു പുതിയ ശീലം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ട്രിഗർ ചെയ്യിക്കും. നമ്പർ 2, ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ്. നമ്മൾ സാധാരണയായിട്ട് 2 രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, മറ്റൊന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കാറുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹമുള്ള കാര്യങ്ങളുടെ കൂടെ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളെ ബണ്ടിൽ ചെയ്യുന്നതിനെയാണ് ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ കോഫി കുടിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യുക എന്നുള്ള ഒരു ആവശ്യം നമ്മൾ ആഡ് ചെയ്യുന്നതിനെയാണ് ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കോഫി കുടിക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്പർ 3, മേക്ക് ഇറ്റ് വിസിബിൾ. നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ള ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും വാട്ടർ ബോട്ടിൽ കാണുന്ന രീതിയിൽ വെക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 4, യൂസ് ഐഡൻറ്റിറ്റി ബേസ്ഡ് ലാംഗ്വേജ്. നമ്മുടെ ശീലങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് മാച്ചായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിന്യൂ ചെയ്യാറുള്ളൂ. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞാൻ സ്മോക്കിംഗ് നിർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ പറയുന്നതിന് പകരം ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, ഞാനൊരു നോൺ സ്മോക്കർ ആണ് എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യുന്നത്. ഈ ഒരു ഐഡൻറ്റിറ്റി സ്മോക്കിംഗ് എന്നുള്ള ബാഡ് ഹാബിറ്റ് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. കാരണം നമ്മളെ ബ്രെയിൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. നമ്പർ 5, യൂസ് സോഷ്യൽ അക്കൗണ്ടബിലിറ്റി. നമ്മൾ പുതിയ ഒരു ശീലം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു ഗ്രൂപ്പിലോ നമ്മൾ അനൗൺസ് ചെയ്യുക, അവരെ അറിയിക്കുക ഞാൻ ഒരു പുതിയ ശീലം ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പുതിയ ശീലം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്റ്റഡീസ് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗോളിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 10% മാത്രമാണ്. എന്നാൽ അത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മൾ അറിയിക്കുമ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് 65%. മുകളിൽ പറഞ്ഞ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഒരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.